പേടിക്കേണ്ടത് ലച്ചുവല്ല. അവര് വന്നത് സഞ്ജുനെ ലക്ഷ്യം വെച്ച. എന്നെയോ? അതെ, ഞങ്ങളെ യാദൃച്ഛികമായി കണ്ടപ്പോഴാ കടന്നാക്രമണം ഉണ്ടായത്. അതിലൊരാൾ അകത്തേക്ക് പോയത് ഞാൻ കണ്ടില്ല. ലച്ചു പിന്നാലെ പോയിരുന്നു. കൃത്യമായ സ്ഥലം മനസ്സിലാക്കിയ അയാൾ ചെന്നത്. നിങ്ങളുടെ റൂമിന് മുന്നിലായിരുന്നു. മുറിവ് പറ്റിയിട്ട് അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടതല്ലേ? ഗോവിന്ദ് എന്താ എന്നെ വിളിക്കാത്ത? അതിന് മാത്രമുള്ള മുറിവൊന്നുമില്ല. കുറച്ച് ബ്ലഡ് പോയി. ഞാൻ അപ്പോൾ തന്നെ മുറിവ് ഡ്രസ് ചെയ്തു. രാവിലെ ലച്ചുനെ കണ്ടു. പിന്നീട് ബ്ലീഡിംഗ് ഒന്നും ഉണ്ടായില്ല. അവളെ എനിക്കൊന്ന് കാണണം. സത്യത്തിൽ നിങ്ങളുടെ ജീവൻ രക്ഷിച്ചത് അവളാ. താഴെ ഉണ്ടായിരുന്ന ഞാൻ അതൊന്നും അറിഞ്ഞിരുന്നില്ല. ഞങ്ങള് രാവിലെ ക്ഷേത്രത്തിൽ പോയി. പ്രസാദം എടുക്ക. ക്ഷേത്രത്തിലേക്കായിരുന്നു നിങ്ങൾ പോയത്? അതെ മോളെ. എന്താ ഇത്? അത് ചേച്ചി, ഇന്നലെ രാത്രി കൈയൊന്ന് മുറിഞ്ഞതാ. ഇങ്ങനൊരു മുറിവ് നിന്റെ കയ്യിൽ എങ്ങനെ വരാനാ? കണ്ടിട്ട് കാര്യമായിട്ട് എന്തോ കൊണ്ടതുപോലെയുണ്ട്. രക്തം കുറെ പോയ ലക്ഷണമുണ്ട്. എന്താ അമ്മോ, എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി? രാത്രി ഗാർഡനിൽ വെച്ച് കയ്യിൽ എന്തോ തറച്ചതാ. ഇത് അത്ര വലിയ മുറിവൊന്നുമല്ല. ഇതങ്ങ് കരിഞ്ഞോളും. ഗാർഡനിൽ വെച്ചാണെങ്കിൽ ഇരുമ്പിന്റെ വേല് കൊണ്ടതായിരിക്കും. നിന്നെ ഞാനാണല്ലോ അങ്ങോട്ട് പറഞ്ഞയച്ചത്. നീ പറയുന്ന സത്യമാണോ? ആ അതെ ചേച്ചി. എങ്കിൽ ടി എടുക്കണം. ലച്ചു ഇത്ര നിസ്സാരമായിട്ട് കാണരുത്. മോനെ, സഞ്ജു, അമ്മൂനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടി എടുപ്പിച്ചു വാ. ചേച്ചി ഞാൻ പോയിക്കോളാം. അദ്ദേഹം ഓഫീസിൽ പോട്ടെ. അത് പറ്റില്ല. ഇന്നലെ രാത്രി നടന്നതാ. ഇനി വൈകാൻ പാടില്ല. സഞ്ജുവിന്റെ കൂടെ ചെല്ലാനാ പറഞ്ഞ. അമ്മോ വാ, ഹോസ്പിറ്റലിൽ ഒന്ന് പോയിട്ട് വരാം. ചെല്ല് മോളെ. വാ. മോൻ ചെല്ല്. വാ വന്നേ. മുറി വന്ന് ഡ്രസ് ചെയ്യാൻ വേണം. ചിലപ്പോ മുറിവില് തുരുമ്പിന്റെ അംശം കാണും. നീ ഇങ്ങോട്ട് വന്നേ. ചെല്ല്. അയ്യോ. വാ അമ്മു. ഇങ്ങനെ ഒരു പെണ്ണ്. വാ മോനകത്തേക്ക് വാ. ആ
ഗോവിന്ദ് വിവരങ്ങളൊക്കെ പറഞ്ഞു. ലച്ചു എന്തിനാ അയാളെ തടയാൻ പോയത്? വാതിൽ കുത്തി തുറന്ന് അയാൾ അകത്ത് കയറുന്നത് വരെ ഞാൻ നോക്കി നിൽക്കണോ? ഒച്ച ഉണ്ടാക്കല്ലേ ആ സമയം ചെയ്യേണ്ടത്? നല്ലയാളാ. അയാൾ എന്നെ കൊല്ലട്ടെ എന്നാണോ? അക്രമി ഓടി രക്ഷപ്പെട്ടില്ലേ, ഞാൻ അതാ ഉദ്ദേശിച്ചത്. എനിക്കിനി മംഗലശ്ശേരിയിൽ തുടർന്ന് പോകാനാവില്ല. നിങ്ങളെങ്കിലും അതൊന്ന് മനസ്സിലാക്കണം. നീ എവിടെ പോയാലും സ്വാതി നിന്റെ പിന്നാലെ വരുമെന്ന് എന്നെക്കാളും നന്നായിട്ട് അറിയാവുന്നവളല്ലേ നീ. നിങ്ങൾ ചേച്ചിയുടെ വാക്കും കേട്ട് എന്റെ പിന്നാലെ വരാതിരുന്നാൽ മാത്രം മതി. കുറച്ചു നാളത്തെ അന്വേഷണം കഴിഞ്ഞ് ചേച്ചി അതങ്ങ് നിർത്തിക്കോളും. ഞാനിത് പറയുന്നത് ഒരിക്കൽ സുരഭി സിസ്റ്റർ ഏർപ്പാടാക്കി തന്ന ജോലിക്ക് വേണ്ടി ഞാൻ മൂന്നാറിൽ പോയ കാര്യം ഓർത്തിട്ടാ. ഞാൻ നിന്റെ പിന്നാലെ വരാതിരുന്നെങ്കിലോ? ആരും കാണാതെ നീ അവിടെ കിടന്ന് ചോര വാർന്ന് മരിക്കുമായിരുന്നു. നിനക്ക് ഇവിടുന്ന് പോവാനാവില്ല ലച്ചു. ഇന്ന് വരെയുള്ള അനുഭവങ്ങള് നീ ഒന്ന് ഓർത്തു നോക്ക്. നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയെന്നേ ഉള്ളൂ. അതിന്റെ പേരിൽ നീ വേദനിച്ചതൊക്കെ എനിക്കും എന്റെ കുടുംബത്തിനു വേണ്ടി മാത്രമാ. അതുമാത്രോ, നീ പോയപ്പോഴൊക്കെ മംഗലശ്ശേരിയിൽ സംഭവിച്ചതൊന്നും ശുഭകരമായ കാര്യങ്ങളല്ല. എന്തെല്ലാം തിരിച്ചടികളുണ്ടായി. 2 തവണയാ രോഗം മൂർച്ഛിച്ച് അമ്മ ഐസിയുലായത്. ഓഫീസിൽ ഞാനും പ്രതീക്ഷിക്കാത്ത കുറെ പ്രതിസന്ധികളിൽ പെട്ടു. അതിലൊക്കെ നിങ്ങൾക്കും വിശ്വാസം വന്നു തുടങ്ങിയോ? എങ്ങനെ വിശ്വസിക്കാതിരിക്കും? അനുഭവങ്ങൾ പറയുന്നതല്ലേ. ഇന്നലത്തെ കാര്യം തന്നെ എടുക്കാം. ആ സമയം അയാളെ നീ കണ്ടില്ലായിരുന്നെങ്കിലോ? ഇന്ന് ഞാനോ സ്വാതിയോ ജീവനോടുണ്ടാവുമായിരുന്നോ? നിങ്ങളെപ്പോലൊരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് കഷ്ടമാണ്. ചേച്ചിയുടെ കഴുത്തിൽ നിങ്ങൾ താലി കെട്ടിയതോടെ എന്റെ കഴുത്തിൽ കെട്ടിയ താലിയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. ചേച്ചി നിങ്ങളുടെ ഭാര്യ. ചേച്ചിയെ പോലെ ഓരോന്ന് പറഞ്ഞ് ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ പിടിച്ചു നിർത്തരുത്. എന്റെ കണ്ണത്ത ദൂരത്തേക്ക് നീ പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാനും സ്വാതിയും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് നിനക്കൊരു കുടുംബജീവിതമാണ്. ഞങ്ങളിൽ നിന്ന് അകന്നു പോവാതെ നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞങ്ങൾക്ക് കാണണം. ഞാനും സ്വാതി സന്തോഷത്തോടെ ജീവിക്കുമ്പോ ആരോരില്ലാത്തവളായി പേരറിയാത്ത ഏതൊരു നാട്ടില് നീ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. എന്ത് സന്തോഷാ നീ പോയാൽ ഞങ്ങൾക്കുണ്ടാവുക. തൽക്കാലം മംഗലശ്ശേരിന്ന് പോകുന്ന കാര്യം നീ മറന്നേക്ക്. ഞാൻ അറിയാതെ നീ പോയാ ഈ ലോകത്തിന്റെ ഏത് കോണിലുണ്ടെങ്കിലും ഞാൻ നിന്നെ കണ്ടുപിടിച്ചിരിക്കും. എന്തായാലും ഇത്രയൊക്കെയായി. ഇനി എനിക്കൊന്നും നോക്കാനില്ല. ഞാൻ ലച്ചുവിന്റെ സഞ്ജുവിന്റെ സത്യങ്ങളെല്ലാം എല്ലാവരും കേൾക്ക് വിളിച്ചു പറയാൻ പോവാ. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജു ആണെന്ന് എല്ലാവരും അറിയട്ടെ. ആ, അത് നല്ല കാര്യ, സമ്മതിച്ചു. പക്ഷേ അക്കാര്യം എങ്ങനെയാ കവിത മറ്റുള്ളവരെ അറിയിക്കാൻ പോകുന്നു? കവിത അങ്ങനെ വിളിച്ചു പറഞ്ഞാ മറ്റുള്ളവരത് വിശ്വസിക്കൂ? പറയേ. കവിത അതിന് എത്ര തവണ ശ്രമിച്ചു. എന്നിട്ടൊടുവിൽ മറ്റുള്ളവരുടെ മുൻപിൽ നീ വെറും ഒരു പരിഹാസപാത്രമായി തീർന്നില്ലേ? പറയേ. എന്റെ പൊന്നു കവിതേ, ഇനിയെങ്കിലും നീ ഇങ്ങനെ അടിക്കടി വിഡ്ഢിത്തം കാണിക്കാതെ വെറുതെ ഇരിക്കും. ലച്ചുവിന്റെ കഴുത്തിൽ താലി കെട്ടിയത് സഞ്ജുവിന് മറ്റുള്ളവരുടെ മുന്നിൽ ഉറപ്പിച്ച് പറയണമെങ്കിൽ അതിന് ശക്തമായ തെളിവ് വേണം. ആദ്യം ആ കാര്യം തെളിയിക്കുന്നതിനുള്ള എവിഡൻസ് അത് കണ്ടെത്ത്. മറ്റുള്ളവരുടെ മുന്നിൽ ഇനി ഇക്കാര്യം സംസാരിക്കുന്നത് ശക്തമായ തെളിവുകൾ നിരത്തിയിട്ട് വേണം. ഈ സത്യം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള എവിഡൻസ് അത് കണ്ടെത്തുന്നതിലാ ഇനി കവിതയുടെ മിടുക്ക്. ശരിയാ, ശക്തമായ ആ തെളിവ് അത് ഞാൻ കണ്ടെത്തും. ഈ കവിതയാ പറയുന്നത്, നോക്കിക്കോ.
നടക്കാനെന്ന് പറഞ്ഞ് അച്ഛനും അമ്മയും പുറത്തു പോയിട്ട് എത്ര നേരായി? ഇതുവരെ രണ്ടാളും തിരിച്ചു വന്നില്ലല്ലോ. രണ്ടാളും ഇങ്ങനെ വൈകുന്നല്ലോ. ഇതെവിടെ പോയതാ? അയ്യോ, എന്റെ ഫോണാണല്ലോ റിങ് ചെയ്യുന്നത്. ഇതാരാ? ഹലോ, ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആദ്യം അതൊന്നെടുത്ത് കാണാം. ഫോട്ടോയോ? ആരുടെ ഫോട്ടോ? അല്ല, ഇത് ആരാ വിളിക്കുന്നേ? ചോദ്യം ഒന്നും ഇങ്ങോട്ട് വേണ്ട. ആദ്യം ഞാൻ പറയുന്നത് അനുസരിക്ക്. വേഗം ഫോട്ടോ നോക്ക്. ഹലോ, ഇത് ആരുടെ ഫോട്ടോയുടെ കാര്യം? വിളിച്ചെന്ന് അറിയില്ലല്ലോ. എന്തായാലും ഫോട്ടോ നോക്കിയേക്കാം. അയ്യോ അച്ഛ, അമ്മ, അയ്യോ ഇതെങ്ങനെ? അയ്യോ ഇതെന്തൊക്കെയാ ഇത്? ഇവരെവിടെയാ? ഈശ്വര, ഹലോ. ഫോട്ടോ കണ്ടല്ലോ. നിങ്ങളുടെ അച്ഛനും അമ്മയും ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാ. ആരാ നിങ്ങള്? എന്തിനാ എന്റെ അച്ഛനും അമ്മയും പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് ചോദ്യങ്ങൾ വേണ്ടെന്ന് പറഞ്ഞല്ലോ. ദയവ് ചെയ്ത് എന്റെ അച്ഛനും അമ്മയും എവിടെയാണെന്ന് പറയും. അവരെ ഉപദ്രവിക്കരുത്. എന്തിനാ അവരെങ്ങനെ ദ്രോഹിക്കുന്നത്? ആരാ നിങ്ങള്? എത്രയും വേഗം അവരെ വിട്ടയക്കണം. വിട്ടയക്കാം, പക്ഷേ ഒരു കണ്ടീഷൻ. എന്ത് കണ്ടീഷൻ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? പണമാണോ? എത്ര വേണ്ടത് പറ. നിങ്ങള് എത്ര വേണ്ടേ? ഞാനോ പണം തരാം. എന്റെ അച്ഛനും അമ്മയും വിട്ടു തരണം. ഞാൻ പറഞ്ഞല്ലോ, രണ്ടാളെയും വിട്ടുതരും. പക്ഷേ ഇപ്പൊ ഈ നിമിഷം നിങ്ങൾ ഇവിടെ വരണം. ഞാനോ? അതെ, മംഗലശ്ശേരിയിൽ ശ്രീദേവി ഇവിടെ എത്തണം. എന്തിന്? നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ജീവൻ വേണമെങ്കിൽ മതി. ദയവ് ചെയ്ത് അവരെ ഒന്നും ചെയ്യരുത്. എങ്കിൽ ഇപ്പോ ഈ നിമിഷം നിങ്ങൾ ഇവിടെ എത്തണം. മറ്റാരോടും ഈ കാര്യം പറയരുത്. പറഞ്ഞാൽ നിങ്ങളുടെ അച്ഛനും അമ്മയും ജീവനോടെ കാണില്ല. അയ്യോ, വരാം, ഞാൻ വരാം. അവരെ ഉപദ്രവിക്കരുത്. എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ വരാം. അതിബുദ്ധി കാട്ടി പോലീസിനെയോ മറ്റാരെയെങ്കിലുമോ വിവരം അറിയിക്കാൻ ശ്രമിച്ചാൽ അറിയാലോ, ഇവർ രണ്ടാളിന്റെയും ജഡം നാളെ കായലിൽ പൊങ്ങും. അയ്യോ വേണ്ട. പുറത്തൊരു കാറിപ്പോ എത്തും. നേരെ വീടിന് പുറത്തേക്ക് വരിക. കാറ് വരുന്ന സമയം നേരെ ചെന്ന് അതിൽ കയറുക. ആരുമായും ഒരു ഡിസ്കഷനും വേണ്ട. മനസ്സിലായല്ലോ? മനസ്സിലായി. എന്നാ നല്ല കുട്ടിയായി പുറത്തേക്ക് വന്നേ. പക്ഷെ ഇതൊക്കെ എന്തിനാ? ഞാൻ ആദ്യമേ പറഞ്ഞു ഇങ്ങോട്ട് ചോദ്യം വേണ്ടെന്ന്. ഇവിടെ വരുമ്പോ എല്ലാം അറിയും. അത് മതി. സമയം കളയാനില്ല, വേഗം വേണം. അമ്മേ, എന്താ അമ്മേ? ആരെ വിളിച്ചേ? എന്താ കാര്യം? പറയമ്മേ. അതിബുദ്ധി കാട്ടി പോലീസിനെയോ മറ്റാരെയെങ്കിലുമോ വിവരം അറിയിക്കാൻ ശ്രമിച്ചാൽ അറിയാലോ, ഇവർ രണ്ടാളിന്റെയും ജഡം നാളെ കായലിൽ പൊങ്ങും. ഒന്നുമില്ല, നീ പൊയ്ക്കോ. അമ്മ ഇങ്ങോട്ടേക്കാ. അമ്മു, പറഞ്ഞ അനുസരിക്ക്. നീ പൊയ്ക്കോ. നിന്നോട് അകത്തേക്ക് പോകാനല്ലേ പറഞ്ഞ്? അമ്മേ, അകത്തേക്ക് പോവാൻ എത്ര പ്രാവശ്യം പറയണം? പോ പോ.
വെച്ച് ആരോടും പറയാതെ അമ്മ ഇത് എവിടേക്കാ? അതൊന്നറിയണമല്ലോ. ഇറങ്ങ്. അല്ല, ഇതെവിടെയാ? ഇറങ്ങാനാ പറഞ്ഞേ. ഇറങ്ങ്. അകത്തേക്ക് അകത്തേക്ക് നടക്കാൻ. അച്ഛനും അമ്മയൊക്കെ എവിടെയാ? അവരെ കാണാനല്ലേ വന്നത്. നടക്ക്. നടക്കാനാ പറഞ്ഞേ. ചെല്ല്. നടക്ക്. ഇതെന്തു വലിയ ട്രാപ്പാ. അമ്മയുടെ ജീവൻ അപകടത്തിലാ. സൂക്ഷിക്കണം.